ദേവ് ഗദ്വിയുടെ 80% മൈൻഡ്സ് 20% സ്കിൽ എന്ന പുസ്തകത്തിന് ശേഷം അദ്ദേഹം എഴുതിയ പുതിയ ഒരു പുസ്തകമാണ് 6 Sundays a Week Life. ഇതിൻ്റെ ഒരു ആഖ്യാന ശൈലി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ 11 Lessons for Life, ഇതിൻ്റെയൊക്കെ ഒരു ശൈലിയിൽ തന്നെയാണ് ദേവ് ഗദ്വി ഈ 6 Sundays a Week Life എഴുതിയിരിക്കുന്നത്. ആയിട്ടുള്ള ഓരോരോ പോയിന്റ്സ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അവിചാരിതമായ ഒരു സ്ഥലത്തുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുകയും ആ സമയത്ത് ഇതിലെ കേന്ദ്ര കഥാപാത്രം വളരെ ഒരു പാഷൻപ്രണർഷിപ്പാണ്. പാഷൻപ്രണർഷിപ്പിലൂടെ അദ്ദേഹം ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു. പക്ഷേ ഒരു കൺവെൻഷണൽ രീതിയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പെട്ടെന്ന് ജോലി പോവുകയും പിന്നെ വീണ്ടും അദ്ദേഹത്തെ കാണുമ്പോൾ സാധാ ഒരു നോർമൽ ലൈഫ് തന്നെ പിന്തുടരുകയും ചെയ്യുകയാണ്. ഇവർ തമ്മിലുണ്ടാകുന്ന ഒരു വീണ്ടും അവിചാരിതമായി കണ്ടുമുട്ടുകയും ഇവർക്കുണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ, ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ച് അവർ സംസാരിക്കുകയും ഇതിലെ മെയിൻ ക്യാരക്ടർ അദ്ദേഹം എങ്ങനെയാണ് ഒരു പാഷൻപ്രണർഷിപ്പായി മാറിയത് അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നു. ഈ പുസ്തകം വായിച്ചു തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു കൺവെൻഷനായ ഒരു ജോലി ചെയ്തു പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ചേഞ്ച് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ പാഷൻപ്രണർഷിപ്പ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടേം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 5-6 വർഷമായിട്ടുണ്ടാവും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എമർജ് ചെയ്ത് വന്നിരിക്കുന്നു. അതായത് അവരുടേതായ ഒരു സോണിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും പല കാറ്റഗറീസിലുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഒരു പാഷൻപ്രണർഷിപ്പിൻ്റെ ഭാഗമാണ്. അവരുടേതായ ഒരു സോണിലിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വീഡിയോസ് ഇടുന്നു. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പൈസ നേടുന്നു. അതാണ് ഒരു സിമ്പിൾ ടൈം. ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം വായിക്കണം. കിൻഡൽ അൺലിമിറ്റഡിൽ ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പർ ബാക്കും മാർക്കറ്റിൽ അവൈലബിൾ ആണ്.